ആൺകുട്ടി തന്നെ വീട്ടിലുണ്ടെങ്കിലേ അമ്മമാർ പറയോ ഇവന്റെ ശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ 3 പേര് ഒരു വീട്ടിൽ എങ്ങനെയായിരുന്നു ഈ കുട്ടിക്കാലത്തെ നിങ്ങളുടെ ഒരു അഭ്യാസങ്ങളും ഇവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്തെ അഭ്യാസമൊക്കെ ഭയങ്കര രസമായിരുന്നു. കാര്യം ഒരു ഒളിച്ച് വെച്ചപ്പോൾ ഈ നമ്മുടെ മേശയുടെ ചെറിയ മേശ ഉണ്ടല്ലോ, അപ്പോൾ ഇവൻ ഒളിച്ച് വെച്ചപ്പോൾ ആ മേശയുടെ അകത്ത് പോയിരുന്നു. അപ്പോൾ ഇവനത് പുറത്തുനിന്ന് പൂട്ടി. എന്നിട്ട് താക്കോല് കളിച്ചിട്ട് ഇപ്പം പണി നടക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ ആ പട്ടേഷ പോയി. ഇവനീ മുട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരുന്നത്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ തീർന്നു പോയേനെ. അതുപോലത്തെ ഒരു അഭ്യാസമൊക്കെ ആയിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. നാളേക്ക് ശേഷം വഴിയെ പോകുന്ന സമയത്ത് കടയിൽ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ പണി നടക്കൂടാ. ഇതറിഞ്ഞിട്ടല്ലേ 15 വർഷം അവന് ഇപ്പൊ പണി നടക്കുമെന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ വഴക്കും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ ഞങ്ങൾ 3 പേരല്ലേ ഷർട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പക്ഷെ എനിക്കൊക്കെ നിർബന്ധമുണ്ട് എൻ്റെ ഷർട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. കാര്യം ചേട്ടച്ചാരെന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞ് തിരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പറഞ്ഞായിരിക്കും. അപ്പോൾ ഇവൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ക്രൂരത ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവിടുന്ന് ഊരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അളവിന് വ്യത്യാസം വരുമല്ലോ. അച്ഛൻ്റെ ഷർട്ടാണോന്നൊക്കെ ചോദിക്കും. ചേട്ടൻ്റെ ഈ സ്കൂളിൽ പോക്കൊക്കെ ഒരുമിച്ച് അങ്ങനെയായിരുന്നു. ഏത് സ്കൂളായിരുന്നു ഇവിടെ? ഞങ്ങൾ ഹോളി ഫാമിലി ബോയ്സ് ഹൈസ്കൂളായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടുത്തെ യാത്ര? ബസ് അതോ ബസ്സിലായിരുന്നു കൂടുതൽ. നേരത്തെ നടക്കുമായിരുന്നു, അങ്ങനെ പല രീതിയിൽ പോകും. ചില സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ അടി വാങ്ങിക്കും. അപ്പൊ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇവിടുന്ന് കുറച്ച് ചേട്ടന്മാരുണ്ട്, അവിടെ ലോഡിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അരിച്ചാക്ക് കിട്ടിക്കൊണ്ട് പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ അമ്മയൊക്കെ വരുന്ന കൈയാണ് ചെയ്തിട്ട് ഇവരെ സൈക്കിളെ കയറ്റി ഞങ്ങളൊക്കെ എന്നെയൊക്കെ സൈക്കിളെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ചാക്കിന് പേരും കുട്ടി എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ട്. കാര്യം പണ്ടേ കാലത്ത് മിക്സി, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഇത്രയും 3 പേരെ ഒരു വീട്ടിൽ നിന്ന് വിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അരകല്ലിലൊക്കെ അരച്ച്. പക്ഷെ എന്തായാലും ഞങ്ങൾ സമയത്തൊക്കെ എത്തുമായിരുന്നു. എങ്ങനെയായിരുന്നു ചോറൊക്കെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കോളേജ് ജീവിതം, അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധവും അടുപ്പം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ ബാക്കിയുള്ള യാത്രകളും? ഒരുമിച്ചുള്ള യാത്ര എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞങ്ങളുടെ ഒരു അടുപ്പത്തിന്റെ ഒരു കാര്യം പറയാം. ഈ മരത്തിന്റെ ഒരു കഥയുണ്ട്. ഈ മരത്തിന്റെ ചൂട്ടിലിരുന്ന് ഈ മരത്തിന്റെ ചൂട്ടിലിരുന്നാണ് ഞാൻ ആദ്യം ട്യൂഷൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ സമീപത്തുള്ള എത്രാം ക്ലാസ് എത്തിയപ്പോൾ ട്യൂഷൻ പഠിപ്പിച്ചു തുടങ്ങി? ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കുട്ടികളല്ലേ പലപ്പോഴും സ്നേഹം മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു പ്രൊഫഷൻ, ഒരു ടീച്ചർ രീതിയിൽ അപ്പോൾ ഇവിടെ ഇരുന്നാൽ. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG കഴിഞ്ഞ് MPhil പോകുമ്പോൾ അടുത്ത ആള് ട്യൂഷൻ. ഇവിടെ ഈ ഇതിന്റെ ചോട്ടില് നിലത്തിരിക്കും. നിലത്തിരുന്നാണ് ട്യൂഷൻ എടുത്തത്. ഓ ശരി. സാറും കുട്ടികളും നിലത്തിരിക്കും. ഇയാൾക്ക് 2nd റാങ്ക് കിട്ടി കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ മനോരമയിലെ ലാസർ ഷൈൻ ഇവിടെ റിപ്പോർട്ടറായിരുന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് ഏകദേശം ഒരു 5:45 വരുന്നത്. അന്നേരം റാങ്ക് ജേതാവിനെ കുറിച്ച് വാർത്ത എഴുതാൻ വേണ്ടിയാണ് വരുന്നത്. സൂരജ് പറഞ്ഞ് ഷൈച്ചേട്ടാ ഒന്ന് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാര്യം 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റില്ല. അതെന്താടാ? കറണ്ട് പോയപ്പോൾ ഇവിടെ വീട്ടിൽ കറണ്ടില്ല. അല്ല അതൊക്കെ നമ്മൾ ആ സമയത്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ്. നമുക്ക് വീട്ടിൽ കറണ്ടില്ലേ, ബുദ്ധിമുട്ടാണ് എന്നൊന്നുമല്ല നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത്, കാര്യം ഞാൻ MAQ പഠിക്കുമ്പോഴും ഇവിടെ കറണ്ടില്ല. അപ്പൊ അത് കാരണം PhD ചെയ്യുമ്പോഴേ കറണ്ട് കിട്ടി. അപ്പോൾ പക്ഷേ അന്ന് ഈ NSS നാഷണൽ സർവീസ് സ്കീം ഇവനൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ലാസർ ഷൈൻ ഇട്ട ഹെഡിങ് സൂരജിന് കൂട്ടുകാർ നൽകിയത് മറ്റൊരു സൂര്യന് എന്നായിരുന്നു. അല്ല അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പെട്ടെന്നായിരുന്നു നമുക്ക് ഇങ്ങോട്ട് മാറേണ്ടി വന്നത്. ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സമയത്ത് പെട്ടെന്ന് ആ തരത്തിലുള്ള വീട് പണിയാനുള്ള പൈസയൊന്നും ഇല്ലായിരുന്നു. ഒരു ഓലക്കുടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് പലക അടിച്ചതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കാറ്റത്ത് പലക പറന്നു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കയറാൻ വാൽ തുറക്കാതെ തന്നെ അകത്ത് വീട്ടിൽ കയറാൻ നമ്മൾ കണ്ടിട്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു പലകയില്ലാത്ത വീട് മണ്ണിൽ കിടക്കുന്നു എന്നുള്ള രസം അല്ല. നമ്മൾ അത് മണ്ണിൽ നമ്മളൊരു ഈ നെല്ലൊക്കെ ഉണക്കുന്ന വലിയ ഓലയുള്ള പായ ഉണ്ടല്ലോ, ഇത് വിരിച്ച് ഞങ്ങൾ 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഇതിനേക്കാൾ സമാധാനം ഉണ്ടായിരുന്നു. അല്ല അങ്ങനെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ 2000-ലാണ് ഈ മില്ലേനിയം ഭവനദാന പദ്ധതി എന്ന് പറഞ്ഞ അച്ഛന് മർച്ചന്റ് അസോസിയേഷൻ ചേർത്തല ഈ വീട് വെച്ച് കൊടുത്തത്. അപ്പം ഞാൻ പിന്നീട് ഞാനിങ്ങനെ ഈ നരേന്ദ്രമോദിയുടെ ജീവിതകഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്
ഒരു ട്രെയിൻ ബോഗി പോലത്തെ വീടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി ഈ വീട് നോക്കും, ഒരു ട്രെയിൻ ബോഗി പോലത്തെ ഇരിക്കുന്നത്. പിന്നെ മുകളിലോട്ടൊക്കെ പിന്നെ പിന്നീട് Extend ചെയ്തതാണ്. പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് വിവാഹത്തിന് മുമ്പായിട്ടൊക്കെയാണ് ആദ്യം ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്, അതിന് ബാക്കിയായിട്ട് ഇയാൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങനെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ആദ്യം ഈ ഒരു ചെറിയ പോർഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കയറി വരുന്നൊരു ഭാഗം, ലെഫ്റ്റ് അടുക്കള, റൈറ്റ് റൂം. ട്യൂഷന്റെ വിശേഷം ബാക്കി എന്തായിരുന്നു? എത്ര കുട്ടികളുണ്ടായിരുന്നു ഇങ്ങനെ പഠിപ്പിക്കാൻ? അത് നമുക്കൊരു 10-21 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ട്യൂഷൻ ഫീസ് ഒരു 7 പേരോളം തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് നിർബന്ധമല്ലായിരുന്നു. നമുക്ക് നിർബന്ധമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ല, ആവശ്യമായിരുന്നെങ്കിലും നിർബന്ധമായിരുന്നില്ല. നമ്മുടെ ഒരു സമാന സാഹചര്യത്തിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കാര്യം, അച്ഛൻ ഇതുപോലെ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പറ്റാതെ നിർത്തി പോയ ഒരാളാണ്. പക്ഷെ അന്നത്തെ ഒരു ആൾക്കാരുടെ ജീവചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളെന്തോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ബാക്കിയുള്ളവർ ഭയങ്കര ഉയരത്തിലാണെന്നല്ല. ആ സമയത്ത് പഠിച്ചോണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. നേരത്തെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ല കാര്യം, ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പഠനം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് എന്തോ മേൽശാന്തി ആകാനോ ഈ കളവുകൂടെ ശക്തീശ്വര ക്ഷേത്രത്തിൽ പൂജ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പൂജ പഠിച്ചിട്ട് നമ്മൾ ഈ പള്ളിയിലച്ചന്മാരുടെ പട്ടം എടുക്കുക എന്ന് പറയില്ല, ഇതുപോലെ ഒരു പ്രധാന ചടങ്ങാണ് മണിയെടുക്കുക എന്ന് പറഞ്ഞാൽ. മണിയെടുത്താൽ പിന്നെ പൂജാരിയാണ്. അതെടുത്തില്ല. കാര്യം അതിനുള്ള പ്രാക്ടീസ് ഒക്കെ നടത്തി. കാര്യം നമുക്ക് ഈ 2 കൈ ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു കയ്യിൽ മണിയടിക്കുക, മറ്റു കൈ കൊടി വിളക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അത് ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം, ശനിയാഴ്ച ശിവൻ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടിരുന്ന ഒരാളായിരുന്നു. പിന്നീടാണ് നമുക്ക് ഒരു ദൈവമൊക്കെ നമ്മുടെ കൈ അടക്കത് വിട്ടുപോയത്. അപ്പോൾ ഈ സമയത്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ആവശ്യത്തിന് മാത്രമേ ദൈവത്തെ വിളിക്കാറുള്ളൂ. ഇപ്പൊ ആവശ്യത്തിന് വിളിക്കാറില്ല. പിന്നെ മണിയില്ലല്ലോ, ഇപ്പൊ അത് തന്നെയല്ലേ പണി. നിങ്ങളുടെ ട്യൂഷൻ ഓർമ്മകളൊക്കെ എന്താ? അപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് ഇത് ബാറ്റൺ കൈമാറും. നമ്മൾ പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാര്യം കുട്ടികൾ കൂടുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ ചേരും ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു MSCക്കാണ് ഞാൻ മെയിനായിട്ട് ചേട്ടൻ അങ്ങോട്ട് മാറിയപ്പോൾ എവിടെയായിരുന്നു PhDക്ക് അങ്ങോട്ട് പോകും മുമ്പ് അതുവരെ ട്യൂഷൻ ഞാൻ തന്നെയായിരുന്നു കൂടുതലും. പിന്നെ അനിയനും ഹെൽപ്പ് ചെയ്യും. കൂടുതലും വൈകുന്നേരങ്ങളിലായിരുന്നു. അതും ഈ രാത്രിയാകും മുമ്പേ ഇവരെ പറഞ്ഞു വിടും. പക്ഷെ എന്നാലും നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമായിരുന്നു. കാര്യം അച്ഛൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, അച്ഛൻ്റെ മക്കൾ. കാര്യം അച്ഛനൊരു കുറച്ച് എന്താണ് മോറൽ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. കണ്ടറിയാൻ പറ്റും. ചെരുപ്പിടില്ല അച്ഛൻ, മറ്റേ ഖദറിന്റെ മാത്രമേ ധരിക്കുള്ളൂ. അങ്ങനെ ഒരു ചെരുപ്പ് കച്ചവടമായിരുന്നെങ്കിലും ചെരുപ്പിടില്ല. പിന്നെ അച്ഛന് കുറച്ച് സത്യസന്ധത പറഞ്ഞ മോറൽ അങ്ങനെ കൺസെപ്റ്റുകളുണ്ട്, വാല്യൂസ് ഉണ്ട്. അപ്പം അത് നാട്ടുകാർക്കും അറിയാം. അപ്പം അച്ഛൻ്റെ മക്കൾ ഇങ്ങനെ ആകത്തില്ല, അല്ലെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ വിടാൻ അവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു കുട്ടിയുടെ വിടാൻ ആൾക്കാർക്ക് പേടിയാണ് കാലഘട്ടത്തിൽ. അതിന് 2 ചേട്ടന്മാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇവനൊരു കൂട്ടു കൊടുക്കണ്ടേ? അതെ തീർച്ചയായിട്ടും. പെർമനന്റ് ജോലി കിട്ടിയതിനു ശേഷം വിവാഹം കഴിക്കാന്ന് വെച്ചിട്ട് ഇന്നത്തെ ഒരു കാലത്ത് പെർമനന്റ് ജോലിയൊക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ എത്രയും പെട്ടെന്നൊരു കാര്യം. ഞങ്ങൾ 2 പേരും വിവാഹം കഴിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു തിയറി ആയിരുന്നു, സ്ത്രീധനം മേടിക്കാൻ പാടില്ല, വിവാഹ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ല, അത് ക്ഷണക്കത്തിൽ തന്നെ ഉണ്ടാകും സംഭാവനകൾ. അപ്പം അങ്ങനെയൊക്കെ തന്നെ ഒരു നല്ലൊരു പെൺകുട്ടി, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി എന്ന രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പുള്ളി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പുള്ളി റിസർച്ചിന്റെ അതിനൊരു റിസർച്ച് തുടങ്ങാവുന്നതാണ്.